നമസ്കാരം. താലിബാനെതിരെ ആണവായുധം പ്രയോഗിക്കുമെന്ന് പാകിസ്ഥാന്റെ പ്രതിരോധ മന്ത്രി ഖ്വാജ ആസിഫിന്റെ വെല്ലുവിളി. ഇനിയും പ്രകോപനം തുടർന്നാൽ അഫ്ഗാനിസ്ഥാനുമായി തുറന്ന യുദ്ധം പാകിസ്ഥാൻ നടത്തുമെന്നും ആവശ്യമെങ്കിൽ ആണവായുധം പ്രയോഗിക്കുമെന്നുമാണ് ഇപ്പോൾ പാകിസ്ഥാന്റെ പ്രതിരോധ മന്ത്രി ഖ്വാജ ആസിഫ് മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത്. ഇതിന് പിന്നാലെ പാകിസ്ഥാന് തിരിച്ചടി ഉണ്ടാകുമെന്നുള്ള സൂചനകളും താലിബാൻ നൽകുന്നുണ്ട്. എന്തായാലും തുർക്കിയിൽ പാകിസ്ഥാന്റെയും താലിബാന്റെയും പ്രതിനിധികൾ തമ്മിൽ വെടിനിർത്തൽ കരാർ സംബന്ധിച്ച ചർച്ചകൾ ഇന്ന് ആരംഭിക്കാനിരിക്കവെയാണ് ഇപ്പോൾ പാകിസ്ഥാൻ പ്രതിരോധ മന്ത്രിയുടെ പ്രകോപനപരമായ പ്രതികരണം. കഴിഞ്ഞ ദിവസങ്ങളിൽ പരസ്പരം വലിയ ആക്രമണങ്ങൾ ഉണ്ടായില്ലെങ്കിൽ കൂടി പാകിസ്ഥാന്റെ പ്രകോപനങ്ങൾ വീണ്ടും ഈ വിഷയത്തെ കൂടുതൽ കലുഷിതമാക്കുകയാണ്. അഫ്ഗാനിസ്ഥാനിലെ സാധാരണക്കാരായ ജനങ്ങൾക്ക് നേരെ ഡ്രോൺ ആക്രമണങ്ങളും വ്യോമാക്രമണങ്ങളും നടത്തി അവരുടെ ജീവൻ നഷ്ടപ്പെടുത്തിയത് പാകിസ്ഥാനാണെന്ന് താലിബാൻ പറയുന്നു. അതുകൊണ്ട് തന്നെ പാകിസ്ഥാനെ ആക്രമിച്ച് തകർക്കുകയാണ് താലിബാന്റെ ലക്ഷ്യം. ഇനിയും ഏതെങ്കിലും തരത്തിലുള്ള പ്രകോപനം പാകിസ്ഥാന്റെ ഭാഗത്തുനിന്നുണ്ടായാൽ പാകിസ്ഥാന് അതിന്റെ കൃത്യമായ ശിക്ഷ നൽകുമെന്നും താലിബാൻ സൈനിക മേധാവി തന്നെ വെളിപ്പെടുത്തുകയുണ്ടായി. ഇപ്പോൾ ഇതാ യുദ്ധത്തിനേക്കാൾ ഉപരി പാകിസ്ഥാനിലേക്കുള്ള ജലവിതരണത്തെ ഏറെക്കുറെ അഫ്ഗാനിസ്ഥാൻ തടസ്സപ്പെടുത്തിയിരിക്കുന്നു. താലിബാൻ ഭരണകൂടം തടസ്സപ്പെടുത്തിയിരിക്കുന്നു. ഇതോടുകൂടി പാകിസ്ഥാന്റെ നിലവിലെ അവസ്ഥ വളരെ പരിതാപകരമാണ്. ഇന്ത്യയിൽ നിന്നുള്ള സിന്ധു നദി വഴിയുള്ള ജലം വളരെ കുറച്ച് മാത്രമേ പാകിസ്ഥാൻ ലഭിക്കുന്നുള്ളൂ. അതുപോലെ ഇന്ത്യയുടെ പാത പിന്തുടർന്നുകൊണ്ട് പാകിസ്ഥാനിലേക്കുള്ള ജലവിതരണം 9 നദികളാണ് അഫ്ഗാനിസ്ഥാനിൽ നിന്ന് പാകിസ്ഥാനിലേക്ക് ഒഴുകുന്നത്. ആ 9 നദികളിലെയും ജലവിതരണം പരിമിതപ്പെടുത്താൻ താലിബാൻ തീരുമാനിച്ചിരിക്കുന്നു. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഏറ്റവും വലിപ്പമുള്ള നദിക്ക് കുറുകെ ഒരു വമ്പൻ അണക്കെട്ട് കെട്ടാനുള്ള നിർമ്മാണ പ്രവർത്തനങ്ങൾ ഇപ്പോൾ താലിബാൻ ഭരണകൂടം ആരംഭിക്കുകയും ചെയ്തു. ഇത് പാകിസ്ഥാൻ എന്ന രാജ്യത്തെ ഒരു മരുഭൂമിക്ക് സമാനമാക്കി മാറ്റുന്നതിനുള്ള തന്ത്രമാണ്. നിലവിൽ തന്നെ 30 ദിവസത്തിൽ താഴെയുള്ള ജലം മാത്രമേ പാകിസ്ഥാനിലെ അണക്കെട്ടുകളിലുള്ളൂ. ഇനിയും ജലവിതരണത്തിൽ ഇന്ത്യയും അഫ്ഗാനിസ്ഥാനും ഈ നിയന്ത്രണം ഏർപ്പെടുത്തിയാൽ പാകിസ്ഥാൻ കടുത്ത വരൾച്ചയിലേക്ക് പോകും. പാകിസ്ഥാനിലെ 80% ഭൂപ്രദേശങ്ങൾ കൃഷിയിടങ്ങളും നശിച്ച് നാമാവിശേഷമാകും. പഞ്ചാബ്, സിന്ധു പ്രവിശ്യ, ലാഹോർ, കറാച്ചി തുടങ്ങിയ മേഖലകളിലേക്ക് വെള്ളം എത്തിക്കുന്നത് സിന്ധു നദിയിൽ നിന്നാണ്. അതുപോലെ പാകിസ്ഥാന്റെ ഖൈബർ പഷ്തൂങ്ക മറ്റു മേഖലകളിലേക്കൊക്കെ വെള്ളം വരുന്നത് അഫ്ഗാനിസ്ഥാനിൽ നിന്നാണ്. അപ്പൊ ഈ മേഖലകളൊക്കെ തന്നെ കൃഷിയിൽ ഏറ്റവും മുൻപന്തിൽ നിൽക്കുന്ന പ്രദേശങ്ങളുമാണ്. ഇവിടെ വെള്ളമെത്തിയില്ലെങ്കിൽ കടുത്ത വരൾച്ചയായിരിക്കും ഫലം. അത് പാകിസ്ഥാനെ കൊടും പട്ടിണിയിലേക്കും പാകിസ്ഥാന്റെ സമ്പദ് വ്യവസ്ഥ പൂർണ്ണമായും തകരുന്നതിനും ഇടയാക്കും. ഇത് പാകിസ്ഥാൻ മുൻകൂട്ടി കാണുന്നുണ്ട്. അതുകൊണ്ട് തന്നെ താലിബാനുമായി ഒരു വെടിനിർത്തലിനാണ് പാകിസ്ഥാൻ ഇപ്പോൾ ആഗ്രഹിക്കുന്നത്. താലിബാൻ സൈന്യത്തെ നിയന്ത്രിക്കുന്നത് ഇന്ത്യയാണെന്ന അതിഗുരുതരമായ ആരോപണം പാകിസ്ഥാൻ ഇപ്പോഴും ഉയർത്തുന്നുണ്ട്. അത് കൃത്യമായി തന്നെ പാകിസ്ഥാന് മനസ്സിലാവുന്നുമുണ്ട്. അതുകൂടാതെ താലിബാൻ എന്ന സൈന്യം മുൻകാലത്തെ പോലെ ചെറിയ ഗറില്ല സൈനിക ഗ്രൂപ്പല്ല, മറിച്ച് നിലവിൽ വമ്പൻ ആയുധ ശേഖരങ്ങൾ കയ്യിലുള്ള റോക്കറ്റുകളും റോക്കറ്റ് ലോഞ്ചറുകളും മിസൈൽ ലോഞ്ചറുകളും കയ്യിലുള്ള ഒരു ശക്തമായൊരു സായുധ സൈന്യമായി മാറിയിരിക്കുന്നു. അതുകൊണ്ട് തന്നെ ഇനി മുൻകാലത്തെ പോലെ താലിബാനെതിരെ ആക്രമിച്ച് പിടിച്ചു നിൽക്കാൻ കഴിയില്ല എന്നുള്ള തിരിച്ചറിവ് പാകിസ്ഥാൻ ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് കൂടിയാണ് ഖത്തറിന്റെയും തുർക്കിയുടെയും ഒക്കെ കാല് പിടിച്ചുകൊണ്ട് താലിബാനുമായി ഒരു വെടിനിർത്തൽ കരാറിലേക്ക് പോകാൻ പാകിസ്ഥാൻ ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത്. എന്തായാലും അതിനിടയിലും പ്രകോപനപരമായിട്ടുള്ള പ്രതികരണങ്ങൾ പാകിസ്ഥാൻ തുടരുകയാണ്. ഇനിയും പ്രകോപനം തുറന്നാൽ താലിബാനെതിരെ ആണവായുധം പ്രയോഗിക്കുമെന്നുള്ള വമ്പൻ വെല്ലുവിളിയാണ് ഇപ്പോൾ പാകിസ്ഥാൻ പ്രതിരോധ മന്ത്രി ഖ്വാജ ആസിഫ് നടത്തിയിരിക്കുന്നത്.